ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പി കണ്ടാലോ? അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് പൊട്ടിച്ച് കൊടുക്കുക. കടുക് പൊട്ടി വരുന്നതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. ഇത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും കൂടി വാടി വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 മീഡിയം സൈസ് സവോള ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയാൽ വേഗം വഴന്ന് കിട്ടും. ഈ സവോള വഴന്ന് വന്നതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. ഇത് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് വെച്ചിട്ട് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് ഒരു മൂടിയിട്ട് അടച്ച് വെച്ചാൽ തക്കാളി നമുക്ക് വേഗം വഴന്ന് കിട്ടും. ഇനി മൂടി തുറന്ന് നോക്കി തക്കാളി എല്ലാം ഒരുവിധം നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ മസാല നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മുട്ടയിൽ ഓരോ വര ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം മസാലയൊക്കെ ഇറങ്ങി കിട്ടുമേ. മുട്ടയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി വരുന്നതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് പൗഡർ കൊണ്ടുണ്ടാക്കിയ തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ലേശം കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. ഇനി ഏറ്റവും ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.